ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം ബാബയ്ക്ക് എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ആരുടെ വിശേഷ ഓർമ്മകളാണോ ഉള്ളത് അതും ബാബയെ കേൾപ്പിച്ചു. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബ ഇന്ന് ഒരു ദൃശ്യം കാണുകയാണ്. കുട്ടികളുടെ ദൃശ്യവുമുണ്ട്, ലോകത്തിലുള്ളവരുടെ ദൃശ്യവും ഉണ്ട്. ദൃശ്യം ഭക്തിയുടേതായിരുന്നു. ബാബ കാണിച്ചു തന്നു. ബാബ പറഞ്ഞു, നോക്കൂ, ലോകത്തിൽ വിശേഷിച്ച് ശിവന്റെ സ്മാരകമായ അമർനാഥിന് വളരെയധികം മഹിമയുണ്ട്, വളരെയധികം പൂജ ഉണ്ട്. ആ സമയത്ത് വിശേഷ വാതിൽ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് അടയ്ക്കുന്നു. കാരണം പോകാൻ പ്രയാസമാണ്. എന്നാൽ കുട്ടികൾക്കുള്ള വാതിൽ അഥവാ ബാബയുടെ വീടിൻ്റെ സ്ഥാനമായ മധുബൻ കണ്ടുകൊണ്ട് ബാബ പറഞ്ഞു, വിശേഷിച്ച് ജനുവരി മാസം ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് വിശേഷ തപസ്യയുടെ മാസമാണ്. വിശേഷിച്ച് 4 ഭാഗത്തുമുള്ള കുട്ടികളായ നിങ്ങളെ ബാബ നോക്കുകയാണ്. ഓരോ ബ്രാഹ്മണനായ കുട്ടിയും ചെറിയ സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിലും വലിയ സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിലും ജനുവരി മാസത്തിൽ വിശേഷിച്ച് ബാബയെ ഓർമ്മിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ബാബയുടെ ഓർമ്മ കുട്ടികളെ സ്വയം ആകർഷിക്കുന്നു. കാരണം ബ്രഹ്മ ബാബ വിശേഷിച്ച് ജനുവരി മാസത്തിൽ അവ്യക്തമായി ബാബ തൻ്റെ സമ്പൂർണ്ണ രൂപം, ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും രൂപം വിശേഷിച്ച് ഈ ജനുവരി മാസത്തിലാണ് അത്രയും തപസ്യ ചെയ്ത് സ്വയം തന്നെ വതനവാസിയാക്കി മാറ്റിയത്. അപ്പോൾ ബാബ പറഞ്ഞു, ഈ ജനുവരി മാസം വിശേഷിച്ച് ബാബയുടെ കുട്ടികൾ അവർ എവിടെ ഇരിക്കുന്നവർ ആയാലും ഏത് സ്ഥാനത്ത് ഉള്ളവരായാലും ബാബയുടെ അടുത്ത് ആ കുട്ടികളുടെ വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൻ്റെ മുത്തുകളാകുന്ന ഓർമ്മകൾ എത്തിച്ചേരുന്നു. കാരണം കുട്ടികൾ സാകാരത്തിൽ ബാബയെ കണ്ടിട്ടില്ല, ദാദിമാരെ കണ്ടിട്ടില്ല. അതിനാൽ വന്നു ചേരുന്ന കുട്ടികൾക്ക് ആ കാര്യത്തിൻ്റെ അനുഭവവും പ്രാപ്തിയും തീർച്ചയായും ഉണ്ടാക്കിക്കും. കാരണം കുട്ടികളും ആ ലക്ഷ്യത്തോടെയാണ് ബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് സത്യമായ ഹൃദയത്തോടെ ബാബയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ബാബയുടെ ഹൃദയത്തിൽ കുട്ടികളുടെ ഓർമ്മകളും വരുന്നു, പരാതികളും വരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പരാതി പറയുന്നു, ബാബയെ സാകാരത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ബാബ പറഞ്ഞു, ആരാണോ വന്നു ചേരുന്ന ആത്മാക്കൾ, വരാൻ പോകുന്നവർ, അവർക്ക് അങ്ങനെയുള്ള അനുഭവം ചെയ്യിക്കും. വീട്ടിൽ കഴിയുകയാണെങ്കിലും കുടുംബത്തിൽ കഴിയുകയാണെങ്കിലും സെൻറ്ററിൽ കഴിയുകയാണെങ്കിലും ബാബ പറഞ്ഞു, എപ്പോഴാണോ കുട്ടികൾ മനസ്സിനെ പൂർണ്ണമായും ഏകാഗ്രമാക്കുന്നത്, മനസ്സിൽ സ്ഥിരത കൊണ്ടുവരുന്നത്, അപ്പോൾ ബാബ തീർച്ചയായും അനുഭവം തൻ്റെ കുട്ടികൾക്ക് നൽകും. ബാബ പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയാണ് അനുഭവം. അനുഭവം നേടിയ കുട്ടികളായാലും ശരി, അനുഭവം നേടേണ്ട കുട്ടികളായാലും ശരി, ആരാണോ ബാബയുടെ സമ്പർക്കത്തിൽ വരുന്നത് അവരുടെ ആഗ്രഹങ്ങൾ ബാബ തീർച്ചയായും നിറവേറ്റുക തന്നെ ചെയ്യും. ബാബ പറഞ്ഞു, ഈ മാസം വിശേഷിച്ച് ബ്രാഹ്മണ കുട്ടികൾക്ക് വരദാനി മാസമാണ്, അവ്യക്ത മാസമാണ്. ബാബ പറഞ്ഞു, ഏതുപോലെ
പരീക്ഷയുടെ ദിവസങ്ങൾ സമീപം വരുമ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? പഠനം തുടരുന്നു, തൻ്റെ പരിശ്രമം ചെയ്യുന്നു, സ്വയം പ്രയത്നിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, പ്രയത്നത്തിനുള്ള ഫലം കുട്ടികൾക്ക് തീർച്ചയായും ലഭിക്കുന്നു. ബാബ പറഞ്ഞു, വിശേഷിച്ച് ബാബ 4 ഭാഗത്തുമുള്ള കുട്ടികളെ ഇതും നോക്കുന്നുണ്ടായിരുന്നു. എത്രമാത്രം ഹൃദയപൂർവ്വം ബാബയെ ഓർമ്മിക്കുന്നു, ബാബയെ വിളിക്കുന്നു. ബാബ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നുള്ള ഓർമ്മകൾ ഹൃദയേശ്വരൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് രുക്മിണി ദാദിക്ക് നിമിത്തമായുള്ള ഭോഗായിരുന്നു. മറ്റ് പല ആത്മാക്കളുടെയും ഭോഗായിരുന്നു. ബാബ ദാദിയെ എമർജ് ചെയ്തു, സ്നേഹപൂർവം ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, സദാ എൻ്റെ സഹചാരികളായിരുന്ന ആദിരത്നങ്ങളായ കുട്ടികൾ ആരാണോ, കൂട്ടുകാരായി പോയിക്കൊണ്ടിരുന്നവർ ആരാണോ, അങ്ങനെയുള്ള കുട്ടികളെ ബാബയ്ക്ക് ഒരിക്കലും മറക്കുവാനാകില്ല. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ വിശേഷിച്ച് മഹാരാഷ്ട്ര സോണിലെയും മറ്റെല്ലാ സ്ഥാനങ്ങളിലെയും ഏതെല്ലാം സഹോദരി സഹോദരന്മാരാണോ എത്തിച്ചേർന്നിരിക്കുന്നത് ആ എല്ലാവർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.